പ്ലസന്റ് സർപ്രൈസ് സീത. ഇന്നലെ രാത്രിയല്ലേ ഞാൻ നമുക്കൊന്ന് കാണാൻ പറ്റുമെന്ന് മെസ്സേജ് അയച്ചത്. നേരം വെളുത്തപ്പോഴേക്കും എത്തിയ സീത. ഡോക്ടർ, ഇതുവരെ എന്റെ തലയിൽ എന്തൊക്കെയോ കൺഫ്യൂഷൻസും ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കതിനുള്ള പേരൻസ്. ഇതില് വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇത് ഞാനെങ്ങനെ അറിഞ്ഞു എന്നാണോ? ജൂലൈ 17 നിങ്ങൾക്കൊരു മകള് ജനിച്ചുവെന്ന് ഡോക്ടർ അനന്തലക്ഷ്മി പറഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ കോൾ അവോയ്ഡ് ചെയ്തു എന്ന് ശാലിനി ശ്യാമിനോട് പറഞ്ഞിരുന്നു. ഞാനത് കേൾക്കുകയും ചെയ്തു. ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്തത് എന്റെ മകള് ജനിച്ചപ്പോൾ വരാതിരുന്ന പാരൻസ് അതവരാണെന്ന്. അല്ലേ ഡോക്ടർ? അല്ലെങ്കിൽ അല്ലാന്ന് പറയുമായിരുന്നു. ഇപ്പൊ നിങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ സൈലൻസ് എല്ലാം പറയുന്നുണ്ട് ഡോക്ടർ. റാം വന്ന് ശ്യാമിനെ ശാലിനിയും പറ്റി പറഞ്ഞപ്പോ നിങ്ങൾക്ക് സത്യം പറയായിരുന്നു. പക്ഷേ അവരാരാണെന്ന് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സിഹി എന്റെ കൂടെ ജീവിക്കണമെന്നല്ലേ? അതാണ് ശരിയെന്ന് നിങ്ങൾക്കും തോന്നിയിട്ടല്ലേ? താങ്ക് യു ഡോക്ടർ. അഥവാ ഈ കാര്യങ്ങളെങ്ങാനും റാം അറിഞ്ഞിരുന്നെങ്കിൽ അവനത് വലിയ ഷോക്ക് ആവുമായിരുന്നു. ഫ്രണ്ടിന്റെ കുഞ്ഞിനെ നമ്മളാ വളർത്തിയതെന്ന് പറഞ്ഞ് ടെൻഷൻ ആവുമായിരുന്നു. ആ കുഞ്ഞിനെ നമ്മൾ വളർത്തണോ അവരെ ഏൽപ്പിക്കണോ എന്ന് ആലോചിച്ച് ആകെ തല പോയിക്കുമായിരുന്നു ഡോക്ടർ. ഈ കാര്യം എനിക്ക് മാത്രമാണ് മനസ്സിലായത്. ഞാനിത് ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്തോളാം. കുഞ്ഞിനെ ഇഗ്നോർ ചെയ്ത് അച്ഛന്റെ അമ്മയുടെയും കൂടെ ഒരിക്കലും ആ കുഞ്ഞ് ജീവിക്കാൻ പാടില്ല ഡോക്ടർ. ഇപ്പൊ സിഹി എന്റെ മോളാ, റാമിന്റെയും കൂടെ മകളാ. ഞാനാ സിഹിയുടെ അമ്മ, റാമ സിഹിയുടെ അച്ഛൻ. ഇതാണ് സത്യം ഡോക്ടർ. നിങ്ങളുടെ സൈലൻസിനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ഇതാ എന്നെ സംരക്ഷിച്ചത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. സീത, എന്തേ കാണിക്കുന്ന മോളെ? ഡോക്ടേഴ്സ് ജീവൻ നിലനിർത്തും. നിങ്ങൾ മറ്റൊരു വിധത്തിലാണ് ഡോക്ടറിന്റെ ജീവിതം നിലനിർത്തിയത്. ജീവൻ നിലനിർത്തുന്നത് ഡോക്ടറുടെ ജോലിയാ. പക്ഷെ ജീവൻ കൊടുക്കുന്നത് ഒരമ്മയാ സീത. ഇവിടെ ഒരാളും മറ്റൊരാളുടെ മുകളിലോ താഴെയോ അല്ല. എല്ലാരും ഈക്വലാ. ശ്യാമും ശാലിനിയും അവരുടെ കുഞ്ഞിനെ അന്വേഷിക്കുന്നുണ്ട് സീത. അതിനെന്റെ ഹെൽപ്പും അവർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ മിണ്ടാതിരിക്കാനല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിയുന്നില്ല. യെസ്, ഞാൻ മൗനം പാലിച്ചോളാം. എന്റെ മനസ്സും അത് തന്നെ എന്നോട് പറയുന്നു. നിങ്ങളുടെ ഈ മൗനമാണ് ഡോക്ടർ എന്നെ ഇപ്പൊ രക്ഷിച്ചത്. നിങ്ങളോട് എത്ര താങ്ക്സ് പറഞ്ഞാലും അത് മതിയാവില്ല ഡോക്ടർ. സിഹി നല്ല ഉറക്കത്തിലാണ്. അവൾ എഴുന്നേക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ ഞാൻ. അവൾ എഴുന്നേക്കുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചെത്തണം. കുഞ്ഞ് ജനിച്ചപ്പോ വരാത്ത ഒരു അമ്മ ഒരു വശത്തുണ്ടെങ്കിൽ കുഞ്ഞ് ഉറക്കമാണ്, എണീക്കുമ്പോഴേക്കും അവിടെ എത്തണമെന്ന് പറയുന്ന അമ്മ മറ്റൊരു വശത്ത്. ഇങ്ങനെ നിഷ്കളങ്കമായ സ്നേഹം കാണിക്കുന്ന ഒരു അമ്മയിൽ നിന്നും ഒരു കുഞ്ഞിനെ ആർക്കും വേർപെടുത്താനാവില്ല സീത. എല്ലാം നന്നായി വരും. പോയി വരും മോളെ. എല്ലാ വർഷവും സിഹിയുടെ കൂടെ ഇവിടുത്തെ കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. വീട് നിറയെ കുട്ടികളുണ്ടാവും. ഈ വർഷം ഞാനും നിങ്ങളും മാത്രം. ഈ വീട് മാത്രമല്ല, ഈ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ സിഹിയില്ലാതെ ആകെ വിഷമിച്ചിരിക്കുക. അതേട്ടാ, അവളുണ്ടായിരുന്നെങ്കിൽ ഈ ജീവനില്ലാത്ത പാവകൾക്ക് പോലും ജീവനുണ്ടായേനെ. ശാന്തേ, സീതയും രാമനും ഇന്ന് സിഹിയും കൊണ്ട് ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ? ഇത്തവണ നമുക്ക് അങ്ങോട്ട് പോയി വിളിക്കാടി.
അവര് വരുവോ ഇല്ലെന്നുള്ള കാര്യം എനിക്കൊന്ന് അറിയണം. നമ്മള് അവളുടെ സ്വന്തക്കാരല്ലേ, നമ്മള് നേരിട്ട് ചെന്ന് വിളിക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. നമ്മള് വിളിച്ചില്ല, അതുകൊണ്ട് പാവം സീത വന്നില്ല. സീ വന്നില്ല എന്നും പറഞ്ഞ് ഇവിടെ വീടിന്റെ അകത്തിരുന്ന് വെറുതെ മോങ്ങിയിട്ട് എന്താ കാര്യം? ഒരു പ്രയോജനവും ഇല്ല. അതെ മോനെ, നിങ്ങള് ചേട്ടനും ചേച്ചിയല്ലേ, നിങ്ങൾ അവരെ വിളിച്ചല്ലേ പറ്റൂ. നിങ്ങൾ വിളിച്ചാ അവർക്ക് വരാതിരിക്കാൻ പറ്റുമോ? അതെ അതെ, ഞങ്ങൾക്ക് നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ അവരെ അങ്ങോട്ട് വിളിച്ച് ആഘോഷിച്ചേനെ. പക്ഷെ എന്ത് ചെയ്യാൻ, അതൊരു വീടാണോ അതിന്? അതുകൊണ്ടാ അവളുടെ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇങ്ങോട്ട് വിളിച്ച് ആഘോഷിക്കുന്നത്. അയ്യോ, ഈ ശനി എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്? പണ്ടാരം ഫോൺ എടുത്തില്ലേ, ആ ദുഷ്ടൻ ഇങ്ങോട്ട് നേരെ വരും. അയ്യോ, ഹലോ. ഞാൻ പറഞ്ഞ കാര്യം എവിടം വരെയായി? അത് പിന്നെ അത് ഏയ്, സദ്യ ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ ഏൽപ്പിച്ച കാര്യം മറന്നുപോയോ നീ? നോക്ക്, സിഹിയെ പോലിരിക്കുന്ന ഒരു അച്ഛനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക. എനിക്ക് അവനെ കിട്ടിയേ പറ്റൂ. അതെ അതെ അതെ, നിങ്ങളും കൂടി ഇങ്ങോട്ട് വാ. ഇവിടെ ഒരുക്കങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടത്തിയിട്ടുണ്ട്. കിളവന്റെയും കിളവിയുടെയും ഒക്കെ ഒരുക്കങ്ങൾ സൂപ്പറാ. നിനക്കെന്താടാ, എന്തുപറ്റി? എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നേ? ഒരുക്കം പോരാ, സിഹിക്ക് ചേരുന്നൊരു അച്ഛനെ കണ്ടുപിടിക്കണം. എത്രയും പെട്ടെന്ന് വേണം. മനസ്സിലായടാ? മനസ്സിലായി. ആരാത്? ശനി. എന്താ പറഞ്ഞേ? സിഹിയുടെ അച്ഛനെ കണ്ടെത്തി കൊടുക്കണമെന്ന് ഒരു ചിത്രം വരച്ചു കൊണ്ടുവന്നിട്ട് അതേപോലുള്ള ആളെ കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയി കണ്ടെത്തി കൊടുക്കാനാ? ഇവ വലിയ തലവേദനയായല്ലോ. ഇവന്റെ കയ്യിൽ നിന്ന് എന്നാണോ ഒന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നത്? മോളെ, നീ ഇങ്ങോട്ട് എങ്ങനെ വന്നേ? അച്ഛാ, ഞാൻ ശാലിനി ആന്റിയുടെ ശ്യാമകളുടെ വീട്ടിലായിരുന്നല്ലോ. ഞാൻ ഇങ്ങോട്ട് എങ്ങനെ വന്നേ? ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് റാം. ഗുഡ് മോർണിംഗ് സീത. സീതമ്മ, ഞാൻ ഇവിടെ എങ്ങനെ വന്നേ? പ്രോബബ്ലി നീ ചിലപ്പോ സ്വപ്നത്തിൽ വന്നതായിരിക്കും. സ്വപ്നോ? അച്ഛന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്യാമങ്ങളുടെ വീട്ടിൽ നിന്ന് ഓടി വന്നതാ. പക്ഷെ അതൊക്കെ എങ്ങനെയാ സീത? രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ സിഹിമോളെ അതേ കണ്ടില്ലേ? ഇത് സ്വപ്നമാണോ അതോ റിയാലിറ്റി ആണോ? എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. ഇത് സത്യമായിട്ടുള്ള സ്വപ്നമാണ് റാം. സീത, റാം, സിഹി 3 പേര് ഒരുമിച്ച് നിൽക്കണമെന്നുള്ള റിയാലിറ്റി ആയത്. സീതമ്മ, ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വന്നതേ ഇല്ല കേട്ടോ. നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. ഞാൻ നിന്നെ ആലോചിച്ചാ കിടന്നുറങ്ങിയത്. ആണോ? അപ്പോ എന്നെ ആലോചിച്ചില്ല? നിങ്ങളെ മിസ് ചെയ്തായിരുന്നു അച്ഛാ. നിങ്ങൾ രണ്ടുപേരും ഓർത്താ ഞാൻ കിടന്നേ. സീതമ്മ, നീയും അച്ഛനും കല്യാണത്തിന് ഫോട്ടോ എടുത്തില്ലേ? അതാലോചിച്ചാ കിടന്നുറങ്ങിയത്. അപ്പൊ വേഗം ഉറക്കം വന്നു. ആണോ? എനിക്കും അതെ മോളെ. നീ ഇല്ലാത്തോണ്ട് ഉറക്കം വന്നതേ ഇല്ല. വല്ലാതെ മിസ് ചെയ്തു. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ കൊണ്ടുവന്നത്. ആണോ സീതമ്മ? ദിസ് ഈസ് അൺഫെയർ സീത. അതെന്താ റാം? എനിക്ക് ഇവളില്ലാതെ ഉറക്കം വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോയി വിളിച്ചോണ്ട് വന്നേ. ഇവള് വന്നതിന് ശേഷം നിങ്ങൾ ശരിക്കും ഉറങ്ങിയത്. അതൊരു വലിയ പ്രയാസമായിരുന്നു. ഞാൻ അൺഫെയർ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് കുറെ നേരമായിട്ട് കാണുക. ഞാൻ കയ്യിലുള്ള ഉമ്മ മുഴുവൻ സിഹിക്ക് കൊടുത്തു തീർത്താൽ എങ്ങനെയാ? എനിക്കാരാ തരിക? ഇത് അനീതിയല്ലേ? അച്ഛാ, നിങ്ങൾക്കിപ്പോ ഉമ്മ വേണോ? ഞാൻ തരാലോ. ആഹാ, എന്റെ മകൾ ഉമ്മ തന്ന എന്ത് സ്വീറ്റ് ആണെന്നറിയാമോ? പക്ഷെ സീതമ്മ ഉമ്മ തന്ന എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലെന്നേ. കാരണം അവള് തരാറില്ലല്ലോ. അതെ അച്ഛാ, ഞാൻ തരുന്ന ഉമ്മയെക്കാളും സീതമ്മയുടെ ഉമ്മയാ സ്വീറ്റ്. ആണോ? കണ്ടില്ലേ, ഇത്രയും നമ്മൾ പറഞ്ഞിട്ട് അവള് തരുന്നേ ഇല്ലെന്നേ.
പോട്ടെ മോളെ, ഈ കാര്യത്തിൽ മാത്രം നീ പുണ്യം ചെയ്തോളാം. ഞാനോ ഐ എം വെരി അൺലക്കി ബേബി. അന്ന് നീ സ്കൂളിലോട്ട് പോയപ്പോ ഇവക്ക് ഉമ്മ കൊടുക്കാൻ മറന്നുപോയില്ലേ? അന്ന് സീതമ്മയ്ക്ക് എന്നെ വേണമായിരുന്നു. ആ ഇപ്പോ നീ ഇങ്ങ് വന്നില്ലേ, ഇപ്പൊ എന്നെ വേണ്ട. കൊളസ്ട്രോൾ കൂടി വരിക ഇവക്ക്. അയ്യോ, ഒരു ഉമ്മയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇത്രയൊക്കെ പറയുന്നത്? എന്നാ പിന്നെ തന്നിട്ട് സംസാരിച്ചാ മതി. ശരിയാക്കി തരാം. മോളെ, നീ കണ്ണടയ്ക്ക്. ക്ലോസ് യുവർ ഐസ് ബേബി. സീതമ്മ കള്ളിയാണല്ലേ എന്നോട് കണ്ണടയ്ക്കാൻ പറഞ്ഞത്? അച്ഛന് ഉമ്മ കൊടുക്കാൻ വേണ്ടിയായിരുന്നല്ലേ? പതിഞ്ഞ ദൃഷ്ടിയും നശിച്ച ക്യാൻസറും മറ്റു കേടുപാടുകളും എല്ലാം നിന്നെ വിട്ടു പോട്ടെ. എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അതൊക്കെ പുറത്തു വച്ച് അകത്തേക്ക് വാ. ആക്ച്വലി അമ്മയെ ഞാൻ അതൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ വിട്ടിട്ട് വന്നതാ. ഇപ്പൊ ഞാൻ പുതിയ പ്രിയ. ആക്ച്വലി ഇതിന്റെ പുതിയ ജന്മമാണെന്ന് വേണമെങ്കിൽ പറയാം. നീ അകത്തേക്ക് വാ. ശ്രദ്ധിച്ചു. ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ. കുടിക്കാൻ എന്തെങ്കിലും വേണോ? ജ്യൂസ് എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. കുടിക്കണമെങ്കിൽ ചായ കുടിച്ചോ. അത് ഞാൻ കുറച്ചു കഴിഞ്ഞ് ഇവനോട് ഉണ്ടാക്കി തരാൻ പറയാം. എന്നാ നീ ഇവിടെ ഇരുന്നു, ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. ഇപ്പോഴല്ല, പിന്നെ മതി. ശരി, ബാ. അമ്മേ, കരയായിരുന്നോ? അവളെ കണ്ടിട്ട് എന്റെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അഞ്ജു. കരയല്ലേ അമ്മേ? ചേച്ചി കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിലേക്ക് എത്തിയില്ലേ തിരിച്ച്? സന്തോഷമുള്ള കാര്യല്ലേ? ഇങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? അവളെ കണ്ടോ മോളെ? നീ അവളുടെ കോലം കണ്ടോ? നല്ല തെളിച്ചായിരുന്നു അവൾക്ക്. എന്നിട്ട് ഇപ്പൊ അവളുടെ കണ്ണ് മുഴുവൻ കറുപ്പായിട്ടിരിക്കുക. അവളുടെ സംസാരത്തിൽ നല്ല ക്ഷീണമുണ്ട്. എനിക്കിത് സഹിക്കുന്നില്ല മോളെ. ഇപ്പോഴല്ലേ അവർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെങ്കിൽ വന്നത്. ക്ഷീണമൊക്കെ കാണും. ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അപ്പോ ഇനി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ലമ്മേ. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നിന്നാ മതി. എന്താ? അഥവാ ഒരു പേഷ്യന്റിന് മരുന്ന് എത്രമാത്രം പ്രധാനമാണോ അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാര് അവരോട് എങ്ങനെ പെരുമാറുന്നെന്നുള്ളതും അത്രമാത്രം ഇമ്പോർട്ടന്റാ. നമ്മൾ സന്തോഷമായിട്ടിരുന്ന് അവരെയും കൂടി സന്തോഷപ്പെടുത്തണം. അവരെത്ര സന്തോഷമായിട്ടിരിക്കുന്നോ അത്രയും ഫാസ്റ്റ് ആയിട്ട് മെഡിസിൻ വർക്ക് ചെയ്തോളൂ. ശരി അഞ്ജു, എനിക്ക് എന്റെ മകൾക്ക് എല്ലാം ഭേദമായ മതി. അവൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് മുമ്പില് എന്റെ ദുഃഖം ഒന്നുമല്ല. സഹിച്ചോളാം. അവൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും സഹിച്ചോളാം. അല്ല, അവൾക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചായിരുന്നോ? ചോദിച്ചു അമ്മേ. ഒന്നും വേണ്ടെന്നാ പറഞ്ഞത്. ഹലോ അമ്മേ, സുഖാണോ? സുഖമായിട്ടിരിക്കുന്ന സീത, നിനക്ക് സുഖാണോ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നമ്മ. സീത, ഞങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീയും റാമും പിന്നെ നമ്മുടെ സിഹിമോളും എല്ലാവരും സമയം കണ്ടെത്തി ഉറപ്പായി ഇങ്ങോട്ട് വന്നേ പറ്റൂ. ശരി അമ്മ, വന്നോളാം. ഇപ്പൊ വന്നോളാന്നൊക്കെ പറയും, പക്ഷെ ഇങ്ങോട്ട് വരികയില്ല. വന്നാലും അന്നത്തെ പോലെ ഇങ്ങനെ ഒന്ന് അങ്ങനെ ഇങ്ങോട്ട് പോകും. അച്ഛാ, ഇത്തവണ മിസ് ചെയ്യില്ല, എന്തായാലും വരും. സീത, കല്യാണം കഴിഞ്ഞ ശേഷം നീ ഈ വീട്ടിൽ വന്ന് നിന്നിട്ടേയില്ല. ഈ നവരാത്രിക്കെങ്കിലും എല്ലാവരും കൂടെ ഇവിടെ കുറച്ചു ദിവസം വന്ന് നിന്നൂടെ? അതെ അമ്മേ, സിഹി എപ്പോഴും പറയാറുണ്ട് അവിടുത്തെ വീടും ഫ്രണ്ട്സും പിന്നെ മുത്തശ്ശനെ ഫ്രണ്ട്സിനെയൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഇത്തവണ വരുമ്പോ എന്തായാലും നിൽക്കാൻ പറ്റുന്ന പോലെ പ്ലാൻ ചെയ്തു വരാം. സീതമ്മ, മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഞാനും സംസാരിക്കട്ടെ. ഇതാ. ഹായ് മുത്തശ്ശ, മുത്തശ്ശി, സുഖാണോ? ഓ പൊന്നുമോളെ, സുഖാണ് മോളെ. നിനക്ക് സുഖാണോ? ഇവിടെ സൂപ്പറാ. പിന്നെ എപ്പോഴാ നിങ്ങൾ വീട്ടിലേക്ക് വരുന്നേ? നിങ്ങളെ രണ്ടാളെ ഞാൻ എന്തോരം മാത്രം മിസ് ചെയ്യണ്ടെന്ന് അറിയാമോ? സിഹിമോളെ, നവരാത്രിക്ക് അച്ഛനും അമ്മയും കൊണ്ട് മോൾ ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. ഓ, ബൊമ്മയൊക്കെ വെച്ചിട്ടുണ്ടോ? ആ സിഹിമോളെ, എന്നാ ഞങ്ങൾ ഉറപ്പായിട്ട് വരാമേ.
നിങ്ങളും വരണേ. ലാസ്റ്റ് ടൈം വന്നപ്പോ അങ്ങനെ അങ്ങ് പോയില്ലേ, ഇപ്രാവശ്യമെങ്കിലും നിക്കണേ. ശരി, നിക്കാൻ ഞങ്ങൾ വന്നോളാം. ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് വരണം കേട്ടോ. ഓക്കേ. നീ അച്ഛനെയും അമ്മയും കൂട്ടി 3 പേരും കൂടി വേണം വരാൻ. ഞങ്ങളിവിടെ കാത്തിരിക്കും. ശരി അച്ഛാ, ഞങ്ങൾ ഉറപ്പായും വന്നോളാം. ബായ് സിഹി മോളെ. ബൈ മുത്തശ്ശ മുത്തശ്ശി. ബായ് സീത. ബൈ അമ്മ. ബൈ അച്ഛാ. ശ്രദ്ധിച്ചു. തിരക്കൊന്നുമില്ല, നീ പതിയെ നടക്ക്. വേദനയുണ്ടോ? വാ ഇരിക്ക്. അതെ മോളെ, ഇറ്റ് ഇസ് അവർ ന്യൂ ജേണി. ജീവിതം എവിടെയും നിന്നുപോവില്ല, അത് പൊക്കോണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതം ഒരു പുതിയ ട്വിസ്റ്റ് എടുത്തിട്ട് ഒരു പുതിയ യാത്ര തുടങ്ങുക. നമ്മുടെ പുതിയ ലൈഫാണിത്. എന്തു പറ്റി മോളെ? ക്ഷീണം തോന്നുന്നുണ്ടോ? അതോ വേദന തോന്നുന്നുണ്ടോ? ഒരു 2 ദിവസം വേദന കാണും. മെഡിസിൻസും റെസ്റ്റും എടുത്താൽ അത് ശരിയായിക്കോളും. ഓക്കെ അല്ലേ? ഈ വേദന സഹിക്കാൻ പറ്റും അശോക്. പക്ഷേ അശോക്, ഞാൻ എന്റെ ജീവിതത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം ഞാൻ മരിക്കില്ല, എല്ലാം ഭേദമാകും, ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷെ ഈ നിമിഷത്തില് ജീവിതത്തിന് വലിയ ഭാരം തോന്നുന്നുണ്ട് അശോക്. അല്ല, നിനക്ക് ക്യാൻസർ വന്നെന്ന് പറഞ്ഞപ്പോൾ നീ എത്രമാത്രം പോസിറ്റീവ് ആയിരുന്നോ? ഇപ്പോൾ പാതി യുദ്ധം കഴിഞ്ഞതിന് ശേഷം നീ ഇങ്ങനെ സംസാരിച്ച് എന്നെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഇനി ഇങ്ങനെ പറയുന്നത് നല്ലതിനാവില്ല. നിനക്ക് വിഷമാകുന്നുണ്ടെന്ന് എനിക്കറിയാം അശോക്. പക്ഷെ ഇരുട്ടാവുമ്പോ പേടിയാവില്ലേ? ഇരുട്ടല്ല മോളെ, നവരാത്രി. നമ്മുടെ പുതിയ ജീവിതത്തിലെ പുതിയ നവരാത്രി. ഈ നവരാത്രി ഞാൻ അത്ര ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു നീ കണ്ടോ? എന്താണെന്ന്, എൻ്റെ മോള് ക്യാൻസറിനെ അതിജീവിച്ച് തിരിച്ചു വന്നതാ. ഇതിനെക്കാട്ടിലും വലിയ ആഘോഷമുണ്ടോ? യെസ്, ഈ സ്മൈൽ അതെപ്പോഴും അങ്ങനെ തന്നെ വേണം. കാരണം നിനക്ക് കുറെ മരുന്നുകളുണ്ട്, പക്ഷെ എനിക്ക് ഉള്ളത് ഈ ഒരു ചിരി മാത്രം. ചിരിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെയുള്ളപ്പോ ഞാൻ ചിരിക്കാതിരിക്കും അശോക്. നമ്മുടെ ഈ പുതിയ ലൈഫ് ഇനി ചിരി നിറഞ്ഞതായിരിക്കും. യെസ് അശോക്, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പുതിയ ജീവിതയാത്ര അശോക് സ്പെഷ്യൽ ടീ വെച്ച് തുടങ്ങിക്കൂടാ? വൈ നോട്ട്? എന്ന് നീ റെസ്റ്റ് എടുത്തോ, ഞാൻ നിനക്ക് ടീ. സീതമ്മ, മുത്തശ്ശനെ മുത്തശ്ശിയും കാണാൻ പോയാലോ? അവിടെ പോവാലോ. അച്ഛൻ എങ്ങോട്ടാ പോയേ? ഡോക്ടറുടെ വീട്ടിലേക്ക്. ഡോക്ടറുടെ വീട്ടിലേക്കോ? സീതമ്മ, ഞാനും ഡോക്ടറുടെ വീട്ടിലേക്ക് പോട്ടെ? മോളെ, നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നീ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പാവാനി നിന്നെ കാത്തിരിക്കുക. ചെല്ലങ്ങോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. സീതമ്മ, നീ എന്നെ ചീറ്റ് ചെയ്തതാണ്. ഞാൻ ഒരിക്കലും നിന്നോട് അങ്ങനെ ചെയ്തിട്ടില്ല മോളെ. നിന്നെ ഒരുപാട് സ്നേഹത്തോടെയാണ് ഞാൻ വളർത്തിയത്. നീ എന്റെ മകളല്ലേ സീമോളെ. ഞാൻ ഇതുവരെ നിന്നെ ചീറ്റ് ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുകയില്ല. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് കേട്ടോ.
ഹായ് റാം. എടാ ശ്യാമേ, ഗുഡ് മോർണിംഗ്. രണ്ടുപേരും അടുത്ത് തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഫോണിൽ പറയേണ്ട ഈ കാര്യം നേരിട്ട് തന്നെ വന്ന് പറയാൻ തോന്നി. അതാ ഞാൻ വന്നത്. അതുപോലെ ഈ അനന്തലക്ഷ്മിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. കിട്ടിയിരുന്നെങ്കിൽ ആ കൺഫ്യൂഷൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം ക്ലിയർ ചെയ്യായിരുന്നു. നീ റെഡി ആയിട്ടൊന്ന് ഇറങ്ങിയാൽ മാത്രം മതി, നമുക്ക് ഒരുമിച്ച് പോവാം. എന്തു പറയുന്നു? റാം, നീ ചെയ്യുന്ന സഹായത്തിന് എനിക്ക് എന്താ പറയണ്ടെന്നുള്ള അറിയില്ല. ഞങ്ങൾക്ക് വേണ്ടി നീ എന്തൊക്കെയാടാ ചെയ്യുന്നത്? ശ്യാമേ, ആദ്യം നിന്റെ മകളെ ഒന്ന് കിട്ടട്ടെ. അവളുള്ള സ്ഥലം ഒന്ന് അറിഞ്ഞിട്ട് ആദ്യം അവളെ വീട്ടിലേക്കൊന്ന് വന്നോട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ താങ്ക്സ് പറഞ്ഞാൽ പോരെ? അപ്പൊ നീ എത്ര താങ്ക്സ് പറഞ്ഞാലും അതെല്ലാം ഞാൻ സ്വീകരിച്ചോളാം. ചിൽ മാൻ. ഞങ്ങളുടെ കൂടെ റാമും അനന്തലക്ഷ്മി മീറ്റ് ചെയ്യാൻ വന്നാൽ അത് പ്രശ്നമാവുമല്ലോ.